നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം ശരാശരി 80 മുതൽ 100 വരെ മരണങ്ങൾ അന്ധവിശ്വാസങ്ങളാൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ഉൾനാടൻ പ്രദേശങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ പൂർണ്ണമായും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുമില്ല. മന്ത്രവാദം, നരബലി തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴിയാണ് പലപ്പോഴും ഇത്തരത്തിൽ ജീവനുകൾ പൊലിയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അന്ധവിശ്വാസം എന്നതിൽ തർക്കമില്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതനാവുക എന്നത് ഒരു വ്യക്തിയുടെ ചിന്താഗതിയിൽ വരുത്തേണ്ട മാറ്റമാണ്. ശാസ്ത്രീയമായ അറിവും യുക്തിചിന്തയും വളർത്തുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. അതിനായി സ്വീകരിക്കാവുന്ന ചില പ്രായോഗിക വഴികളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരുടെയും വിശ്വാസങ്ങളെയോ മറ്റും ചോദ്യം ചെയ്യാനോ പരിഹസിക്കാനോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതനാവാൻ സഹായിക്കുന്ന ആദ്യത്തെ പോയിന്റാണ് യുക്തിചിന്ത എന്നത്. ഏതൊരു കാര്യത്തെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശീലിക്കുക. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനു പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് മറ്റുള്ളവർ പകർന്നു തരുന്നത് എല്ലാം സത്യമാവണമെന്നോ എല്ലാവരും നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നോ അർത്ഥമില്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും റിയാലിറ്റിയെക്കുറിച്ച് കൂടി ആലോചിച്ച ശേഷം മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ശാസ്ത്രീയമായ അറിവ് നേടുക. പല അന്ധവിശ്വാസങ്ങളും ഉടലെടുക്കുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചോ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മയിൽ നിന്നാണ്. ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഭയവും അനാവശ്യ വിശ്വാസങ്ങളും അകറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നവർ പരമാവധി ശാസ്ത്രീയമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കാറില്ല. ഭയത്തെ അതിജീവിക്കുക. അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നത് ഭയത്തിൻ്റെ പുറത്താണ്. ഇത് ചെയ്തില്ലെങ്കിൽ ദോഷം സംഭവിക്കുമെന്ന പേടി മാറ്റിവെച്ച് പ്രത്യാഘാതങ്ങളെ യുക്തിസഹമായി നേരിടാൻ പഠിക്കുക. ദോഷവും നന്മയുമൊക്കെ വെറും കേട്ടുപരിചയമുള്ള വിശ്വാസത്തിൻ്റെ പേരിലാവരുത്. അത് നമ്മളെ റിയാലിറ്റിയിൽ നിന്നും അകറ്റി എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് മാറ്റും. തെളിവുകൾ അന്വേഷിക്കുക. ഒരു വിശ്വാസം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കുക. വെറും കേട്ടുകേൾവികളോ മുൻധാരണകളോ വസ്തുതകളായി പരിഗണിക്കരുത്. സത്യമായ ഏതൊരു കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കാണുമെന്നത് ഓർക്കുക. സാമൂഹിക സമ്മർദ്ദങ്ങളിൽ വീഴാതിരിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം പിന്തുടരാതിരിക്കുക. പാരമ്പര്യം എന്ന പേരിൽ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അവയെ ചോദ്യം ചെയ്യാനുള്ള ആർജവം കാണിക്കുക. മറ്റുള്ളവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ശരിയായ പാതയിലാവണമെന്നില്ല. ശരിയോ തെറ്റോ എന്ന് യുക്തി ഉപയോഗിച്ച് നോക്കിക്കാണുക. ശാസ്ത്രീയ അവബോധമുള്ളവരുമായി സംവദിക്കുക. യുക്തിപരമായി ചിന്തിക്കുന്നവരുമായും ശാസ്ത്രപ്രവർത്തകരുമായും സംസാരിക്കുന്നത് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കാൻ സഹായിക്കും. നമ്മളോട് ഇടപഴകുന്നവർക്ക് നമ്മുടെ ഇഷ്ടങ്ങളെയും രീതികളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയും. ചുരുക്കത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനം സ്വയം തിരിച്ചറിവിലൂടെയാണ് തുടങ്ങുന്നത്. അറിവ് വർദ്ധിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുകയും ചെയ്യുന്നതോടെ ഇത്തരം തെറ്റായ ധാരണകൾ താനെ ഒഴിഞ്ഞു വെക്കോളും.